നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജഫോറ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നല്ലൊരു പൂച്ചെടിയിലാണ് കേട്ടോ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ആ ചെടി ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ കൂടി ഇങ്ങനെ എന്താ പറയുക പാറി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണെന്നറിയാമോ? ഇതാണ് കേട്ടോ ആ ചെടി, നമ്മുടെ ഡബിൾ പെറ്റൂണിയ സുന്ദരി. ഇതുണ്ടോ എന്ത് ഭംഗിയെന്ന് നോക്കി, ഇതിൽ പൂവുണ്ടാക്കി ഇങ്ങനെ നിൽക്കുന്നതാണായിട്ട് കാണുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ചെടി ഉണ്ടല്ലോ നമ്മൾ അത്രയ്ക്കും കെയർ ചെയ്താൽ മാത്രമാണ് കേട്ടോ ഈ ഒരു ചെടിയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഈ ഒരു ചെടി കുറേ നാളുകളായിട്ട് കുറേ പേരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ആരുടെയും കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടീനെ വളർത്തണമെങ്കിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ കാണാം അല്ലേ? അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അടുത്തുനിന്ന് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതാണ് ഡബിൾ പെറ്റൂണിയ. അപ്പം ഈ ഒരു ചെടിയിൽ നമുക്ക് ഇത് നാടൻ വെറൈറ്റിയാണ് കേട്ടോ. ഇതിന് ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട്, പക്ഷേ ഇത് നമ്മുടെ കയ്യിൽ ഉള്ളത് നാടൻ വെറൈറ്റിയാണ്. ഇങ്ങനെ മുടി പോലെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കും കേട്ടോ. കണ്ടോ ഇങ്ങനെ പൂവുണ്ടാകും. പക്ഷേ ഇത് ഇങ്ങനെ ഇത്രയും ഹാങ്ങായി കിടക്കുന്നതിലും നല്ലത് കുറച്ചും കൂടി ബുഷിയായിട്ട് പൂക്കളിടുന്നതാണ് കേട്ടോ. പക്ഷേ ഇതിങ്ങനെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇത്രയും ഇങ്ങനെ പൂക്കളൊക്കെ ഉള്ളപ്പോൾ നമുക്കത് കട്ട് ചെയ്യാനായിട്ടും നമ്മളെ അനുവദിക്കുന്നില്ല. അപ്പം ഇനി ഇതിൻ്റെ കുറച്ച് കെയറിങ് പറഞ്ഞുതരാം. ഈ ഒരു ചെടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കണതാണ് കേട്ടോ. ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്ത് ഫുള്ളായിട്ടും ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി ഇട്ടേക്കണതാണ്. അപ്പം നമ്മുടെ ചെടികളൊക്കെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ബുഷിയായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണെന്നറിയാമോ? ഈ ഒരു ചെടീനെ ഉണ്ടല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രൂണിങ് കൊടുക്കുകയാണെങ്കിൽ ഉള്ള ചെടി നിറച്ച് നല്ല ബുഷിയായിട്ട് വരികയും ചെയ്യും. കൂടാതെ പിന്നെ കുറേ ബ്രാഞ്ചസുകൾ വന്നിട്ട് നിറച്ചിങ്ങനെ പൂക്കളും മുട്ടുകളൊക്കെ ആയിട്ട് വരും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ചെടി കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് വളരുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ വിരിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിറച്ചിങ്ങനെ ഈ കരിഞ്ഞ പൂക്കളുണ്ടാകും. ഇത് കണ്ടോ, ഇതുപോലെ നിൽക്കുന്ന ഈ ഒരു കരിഞ്ഞ പൂക്കളെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് നല്ലോണം നമ്മളിങ്ങനെ എല്ലാ ദിവസവും വന്നിട്ട് നമ്മുടെ പെറ്റൂണിയ ചെടീനെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ ഉണങ്ങി നിൽക്കുന്ന പൂവിനെ കാണാനായിട്ട് യാതൊരു ഭംഗിയും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇതെല്ലാം അങ്ങ് പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചെടി ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം അങ്ങനെയും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഞാൻ ആദ്യം കാണിച്ചു തന്നത് കുറച്ചും കൂടെ നല്ല ലെങ്തായിട്ട് കിടക്കുന്ന ചെടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചെടീനെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഇതിൽ കാണുന്ന കരിഞ്ഞ മുട്ടുകളും എല്ലാം നമ്മളിങ്ങനെ ഡെയിലി ഇങ്ങനെ വന്ന് രാവിലെ തന്നെ ഇങ്ങനെ നമ്മുടെ എല്ലാ ചെടിയിലുള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് നല്ല ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. ഇപ്പം എൻ്റെ ചെടിയിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ, കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുന്നത് എല്ലാം കട്ട് ചെയ്യണം. പിന്നെ ഉണ്ടല്ലോ ഇതുപോലെ കണ്ടോ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ചെടി ഇങ്ങനെ കുറച്ചിങ്ങനെ ലെങ്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പം ഇതുപോലെ ഇനി ഇതിൻ്റെ എന്താണ് നട്ടുപിടിപ്പിക്കുന്നത് കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇങ്ങനെ ആദ്യം ഫുള്ള് നമ്മളിങ്ങനെ വൃത്തിയാക്കി കൊടുക്കും. പക്ഷെ ഭയങ്കര ഭംഗിയുള്ളൊരു ചെടിയാണ്, പക്ഷേ എന്നാൽ തീരെ ആയുസ്സും കുറവാണ് കേട്ടോ ഈ ഒരു ചെടിക്ക്. അതാണ് ഈ ഒരു പെറ്റൂണിയ ചെടിയുടെ ഒരു പ്രത്യേകത. ഇതൊക്കെ ഇങ്ങനെ ഒരു വൃത്തിയില്ലാണ്ട് കിടക്കണം. അപ്പം നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് കാറ്റിയേക്ക് കട്ട് ചെയ്യും. നമ്മളിവിടെ ഫ്രണ്ടിൽ നമ്മൾ വെച്ച ചെടിയുണ്ടല്ലോ എല്ലാം ഇങ്ങനെ ഒരേ വലുപ്പത്തിൽ കിടക്കുന്നത് കാണാനാണ് കേട്ടോ ഇങ്ങനെ ഭംഗി. കുറേ ഇങ്ങനെ ലെങ്ത് ആയിട്ട് അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ഷോർട്ടായിട്ട് അങ്ങനെ കിടക്കുന്നതാണ് യാതൊരു ഭംഗിയില്ല കേട്ടോ. അപ്പം നമ്മൾ ആ ഇടുന്ന ചെടികളെ ഒരേപോലെ ഭംഗിയായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിങ്ങനെ നീട്ടത്തിൽ വളർത്തണം എന്ന് വെച്ചാൽ നീണ്ടു തന്നെ വരും കേട്ടോ. പക്ഷെ എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഇഷ്ടം ഇങ്ങനെ നിൽക്കുന്നത് കാണാനാണ്. ഇത് അത്യാവശ്യം നല്ല നീളത്തിൽ ഒരെണ്ണം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഇതിനെ ഞാൻ മാറ്റി ഇട്ടേക്കണതാണ് കേട്ടോ. ഇതൊരു വേറെ ഭാഗത്താണ് ഇട്ടേക്കണത്. ഇത് അതിൻ്റെ കൂടെ കിടക്കുമ്പോണ്ടല്ലോ ഒത്തിരി നീളം കൂടുതലായിട്ട് ഒരു ഭംഗിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ മാറ്റി ഇവിടെ ഇട്ടു. ഇനി അടുത്തായിട്ട് നമ്മുടെ പെറ്റൂണിയ ചെടി ഉണ്ടല്ലോ ഇതുപോലെ നല്ല ഭംഗിയിൽ നിറഞ്ഞ് പൂക്കാനായിട്ട് നമുക്ക് എന്താണ് ഞാനൊരു വളം കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം പെറ്റൂണിയ ചെടിയൊക്കെ ഉള്ളവർ നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് നിറച്ചിതുപോലെ പൂക്കൾ വരാനായിട്ട് കൊടുക്കുന്ന വളമാണ്. പൂച്ചെടികൾ വളർത്തുന്നവരുടെ കയ്യിൽ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു വളമാണ് കേട്ടോ NPK 19. അപ്പം ഇത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുമ്പോണ്ടല്ലോ ചെടികൾ നല്ലോണം പൂക്കളിടാനും ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന നല്ലൊരു വളമാണ്. അപ്പം ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് 5 ഗ്രാം എന്ന കണക്കിലാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു സ്പൂണ് എടുക്കാം. അപ്പം അങ്ങനെ എടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെടികൾക്ക് നല്ല പച്ചപ്പ് വരാനൊക്കെ ആയിട്ട് നമുക്ക് എപ്സോം സൾട്ട് അല്ലെങ്കിൽ മാഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഒരു 1 ഗ്രാമോ 2 ഗ്രാമോ എടുക്കാം കേട്ടോ. അതുകൂടാതെ അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതൊരു ഫംഗിസൈഡ് ആണ് കേട്ടോ, കോണ്ടാക്ട് ഫംഗിസൈഡ്. അപ്പോൾ നമ്മുടെ ചെടികളിൽ എന്തെങ്കിലും ചെറിയ എന്താ പറയുക
ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരാതൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് നമ്മളൊരു കുറച്ച് നമ്മുടെ ഫംഗിസൈഡും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ 1 ഗ്രാമോ 2 ഗ്രാമോ ഇട്ട് കൊടുക്കാവേ. അതും നമ്മളിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നു. 1 ലിറ്റർ വെള്ളത്തിലേക്ക് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ 1 ലിറ്റർ വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ചെടികളിൽ നമുക്ക് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കണം. എത്ര മുരടിച്ചും പൂവിടാതെ നിൽക്കുന്ന ചെടികളുണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് പൂക്കൾ വരും കേട്ടോ. അപ്പം ചെടികൾക്ക് യാതൊരു കരുത്തുമില്ല, എന്ത് കാണിച്ചിട്ടും പൂവിടുന്നില്ല എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മുടെ എല്ലാ ചെടിയിൽ കൂടെ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടികൾ വളരും. ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി, ചെടികൾ നല്ല ഭംഗിയായിട്ട് തന്നെ വരും കേട്ടോ. ഇങ്ങനെയുള്ള വളപ്രയോഗങ്ങളുണ്ടല്ലോ നമുക്ക് ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മുടെ ചെടികളിൽ കൊടുക്കണം. ചെടി നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരും കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ പെറ്റൂണിയ ചെടി വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒത്തിരി നനവ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി ഉറപ്പായിട്ട് ചീഞ്ഞ് പോകും. അപ്പോൾ ഒരിക്കലും നമ്മൾ നന അധികം കൊടുക്കരുത്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ അത്രയും ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഈ ഒരു ചെടി നമ്മുടെ കയ്യിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു സമയത്ത് എൻ്റെ കയ്യിൽ ഒത്തിരി ഉണ്ടായിരുന്നു, അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്നിട്ട് പിന്നെ ഞാൻ ഈ ഒരു ചെടി ഉണ്ടല്ലോ, എൻ്റെ അതായത് പപ്പേൻ്റെ അടുത്ത് പപ്പയും മമ്മീൻ്റെ നട്ടു പിടിച്ച ചെടി ഞാൻ അവിടുന്ന് പോട്ടോട് കൂടി എടുത്ത് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്തതാണ്. അതിനുശേഷം അത്രയും കെയർ ചെയ്തിട്ട് കേട്ടോ ഇത്രയും ഇങ്ങനെയൊക്കെ ഭംഗിയായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ചെടി കാണുമ്പം കുറേ പേര് ചോദിക്കും ഇതിൻ്റെ തൈ തരാനുണ്ടോന്ന്. പക്ഷേ ഇതിന് തൈ കൊടുക്കാനില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നാമത് നമുക്ക് പിടിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ ഇത് പിടിച്ച് കിട്ടിയാൽ തന്നെ ഇത് നമുക്ക് നട്ട് പിടിപ്പിച്ചെടുക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങനെ ശരിയായി കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ തൈ തരാനില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് ആണ് കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് ഇതിന് വിത്തുണ്ടെന്ന്. പക്ഷേ ഞാൻ ഇന്ന് വരെ ഈ ചെടി നട്ടിട്ട് എനിക്ക് ഈ ഒരു ചെടിയിൽ ഞാൻ വിത്ത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാനിതിവിടെ പിടിപ്പിക്കുന്നത് ഇതിൻ്റെ കട്ടിങ്സ് കുത്തിയാണ് പിടിപ്പിക്കുന്നത്. അപ്പം നമുക്കിത് കട്ടിങ് എങ്ങനെ പിടിപ്പിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചെടിയിൽ നിന്ന് നമുക്കൊരു കട്ടിങ് എടുക്കാം കേട്ടോ. ഇതുപോലെ നിൽക്കുന്ന ചെടിയിൽ ഈ ഒരു ചെടി ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ പുതിയ പുതിയ കട്ടിങ്സുകൾ എടുത്ത് മാറ്റി നട്ടാലാണ് കേട്ടോ നമുക്ക് വീണ്ടും പുതിയ പുതിയ ചെടികളാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇപ്പം നമ്മൾ ഇതിന് ഇങ്ങനെ ഒരു കട്ടിങ്സ് എടുക്കുന്നു. ഇതുപോലെയുള്ള തൈകൾ കട്ടിങ് നട്ടാൽ മാത്രമാണ് കേട്ടോ നമുക്ക് നല്ലൊരു ചെടിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് നടുന്നതും കൂടെ എങ്ങനെയാണ് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ ചെടി നടാനായിട്ടുണ്ടല്ലോ ഞാനിവിടെ എടുത്തേക്കണത് ഇത് നമ്മുടെ സാധാ മണലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം. ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് നമ്മൾ ചെടികൾ കൂടുതലായിട്ട് നട്ടുപിടിപ്പിക്കുന്നത് മണലിലൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ വീണ്ടും വീണ്ടും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ ഈ എടുത്ത ഒരു കട്ടിങ് ഉണ്ടല്ലോ ഇതിൽ നമ്മളൊരു റൂട്ടി ഹോർമോൺ ഒന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ. വെറുതെ ഇതേപോലെ നമ്മൾ ഈ ഒരു മണലിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കുത്തി കൊടുക്കും. ഇത്ര മാത്രം കേട്ടോ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നല്ലോണം ചോടൊന്നിങ്ങനെ അമർത്തി കൊടുക്കും. ഇതുപോലെ ചൂട് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു നേരം നനച്ചു കൊടുക്കണം കേട്ടോ. ഇത്തിരി നനയ്ക്കണ്ട, ഒരു നേരം ഒന്ന് ചെറുതായിട്ട് നനച്ച് കൊടുത്ത് നല്ലൊരു തണലിൽ വെക്കുക. അപ്പോൾ ഏകദേശം ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ പെറ്റൂണിയ ചെടി ചെറിയ രീതിയിൽ വേര് പിടിച്ച് വരും കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ചെടി നടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചെടികളൊക്കെ പിടിപ്പിക്കുന്ന നമ്മുടെ വർക്ക് ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പം ഇവിടെ അത്യാവശ്യം നല്ലൊരു തണലുള്ളത് കൊണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ചെടികളിങ്ങനെ കുറേ ഇങ്ങനെ പിടിപ്പിക്കാൻ വെക്കും. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ പിടിച്ച് കിട്ടും കേട്ടോ. അപ്പം ചെടികളൊക്കെ പിടിപ്പിക്കുന്നവരും ഇതുപോലെ നല്ലൊരു കൂളിംഗായ ഭാഗത്ത് നോക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ചെടി ഉണ്ടല്ലോ ഇപ്പം നല്ല ചൂടൊക്കെയാണ്, എന്നാലും അത്യാവശ്യം നല്ലൊരു കൂളിംഗ് കിട്ടുന്ന ഭാഗത്താകുമ്പോൾ ചെടികൾ നല്ലോണം വളരും കേട്ടോ. അപ്പം നമുക്കിതിവിടെ കൊണ്ടുപോയിട്ട് വെക്കാം. പിന്നെ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ മറ്റുള്ള ചെടികളൊക്കെ നനയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ചെടിയും കൂടെ അങ്ങ് നനഞ്ഞ് വളർന്നു കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു ഞാൻ ഈ പിടിപ്പിച്ച് വെച്ചങ്ങനെ ചെടികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഡബിൾ ബോൾസത്തിൻ്റെ ചെറിയ പ്ലാന്റാണ് കേട്ടോ. ഇതാണ് കേട്ടോ. അപ്പം ഇതുപോലത്തെ പ്ലാന്റ് നമ്മളിവിടെ പിടിപ്പിച്ച് വെച്ചത് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ പ്ലാന്റുകൾ വേണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പെറ്റൂണിയ ചെടി എങ്ങനെ വളർത്തണം, എങ്ങനെയാണ് പൂക്കളൊക്കെ വരുന്നത് എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കറക്റ്റ് കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ ഞാൻ ഈ കാണിച്ച പ്രകാരമൊക്കെ ചെയ്ത് നോക്കും. നമ്മുടെ ചെടികൾ നല്ല ഭംഗിയായിട്ട് തന്നെ വളരും കേട്ടോ. പിന്നെ ഇപ്പം അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നമ്മൾ പരമാവധി നല്ലൊരു ഷെയ്ഡുള്ള ഭാഗത്തേക്കൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വെയിൽ ഒത്തിരി അങ്ങ് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് അത്ര നല്ലതല്ല. അപ്പോൾ അത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. കൂടുതൽ സമയവും ചെടികളെ ഇഷ്ടപ്പെടുന്നവർ ചെടികൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുക. അപ്പോൾ ചെടികൾ അത്രയും ഭംഗിയായിട്ട് നമുക്ക് നല്ല പൂക്കളൊക്കെ തരും കേട്ടോ. അപ്പം നമ്മുടെ ബൊഗൈൻവില്ലയൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെടികളെല്ലാം സേഫാണ്.
അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ ബൈ.